നമസ്തേ. രാജ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ധീര സൈനികരെയും അവരുടെ കുടുംബങ്ങളെയും ആദരിക്കുക എന്നത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിമുക്ത ഭടന്മാരുടെയും വീരനാരികളുടെയും ആശ്രിതരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പൂർവ്വ സൈനിക് സംഘർഷ് സമിതി കേരളയുടെ PSSKയുടെ ആഭിമുഖ്യത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സംഘടനയുടെ സംസ്ഥാന കോർഡിനേറ്ററും തിരുവനന്തപുരം ജില്ലാ രക്ഷാധികാരിയുമായ ഹോണററി ക്യാപ്റ്റൻ പുരുഷോത്തമൻ നായർ വി റിട്ടയർഡ്, ട്രിവാൻഡ്രം ജില്ലാ പ്രസിഡന്റ് സുബേന്ദർ മേജർ അജികുമാർ എസ് റിട്ടയർഡ്, സംഘടനയിലെ 70ഓളം അംഗങ്ങളും പങ്കെടുത്തു. അതിനുശേഷം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച 9 റാപ്പിഡ് റെജിമെന്റ് MEG സൈനികൻ പ്രമോദ് CS-ന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ വീരമാതാവിനെ ആദരിക്കുകയും ചെയ്തു. രാജ്യസേവനത്തിന്റെ ഓർമ്മകൾ പുതുതലമുറയിലേക്ക് പകരുന്ന ഈ ചടങ്ങിനെക്കുറിച്ചും PSSKയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പുരുഷോത്തമൻ സർ തത്തുമി ന്യൂസിനോട് പ്രതികരിച്ചു. ആ പ്രതികരണവും ചടങ്ങിന്റെ ഹൃദയസ്പർശിയായ ദൃശ്യങ്ങളും നമുക്ക് കാണാം. ആ ദൃശ്യങ്ങളിലേക്ക്. Hello. सर फ्रंट कर ले सर कैमरा फोटो രണ്ട് മൂന്ന് പേര് ഒരുമിച്ചിട്ടില്ല. सिंधु गुजरात मराठा द्राविड उत्कल गंगा हिंद हिमाचल यमुना गंगा
चल जरति दरिंदा तब शुभ नामे जाहे तब शुभ आशीष माहे जाहे तब जय नादा जन गण मंगलदाय जय भारत भाग्य विधाता जय हे जय हे भारत माता की भारत माता की भारत माता की ഞാൻ ഹോണററി ക്യാപ്റ്റൻ പുരുഷോത്തമൻ നായർ നമ്മുടെ ആർമഡ് കോർ അതായത് സായുധ സേനയിലെ ആർമഡ് കോർ എന്ന കോറിൽ 32 വർഷം സേവനമനുഷ്ഠിച്ച് ഏറ്റവും താഴ്ന്ന റാങ്കുകളിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്തിയ വ്യക്തിയാണ്. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനുശേഷമുള്ള 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മുടെ ചെങ്കോട്ടയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി, എല്ലാവരും കണ്ടു കാണും. നമ്മളെല്ലാവരും രാഷ്ട്രത്തിന്, ഈ രാഷ്ട്രം നമുക്ക് തന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗം ചെയ്യാതെ നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി നന്നായി നമ്മൾ വിനിയോഗിക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ഒത്തൊരുമയാണ്. ഈ ഒത്തൊരുമ എന്ന് പറയുന്നത് ഇല്ലാതെ ഐക്യമത്യം മഹാബലം. ഈ ഒത്തൊരുമ വലിയൊരു കാര്യമാണ്. സ്വാതന്ത്ര്യം ഒത്തൊരുമയോടുകൂടി ലഭിച്ച ഒരു സാധനമാണ് സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മൾ ആ ഒത്തൊരുമയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സൈനികർ, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിന് നല്ല പങ്ക്, ദേശസ്നേഹം, ദേശസേവയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഇന്ന് വിമുക്തഭടന്മാരായി നിൽക്കുന്ന നമ്മൾ നാളെ രാജ്യത്തിന് ആവശ്യം വന്നാൽ ഒരു സങ്കോചവും കൂടാതെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമയോടെ പോവുക. ഈ ഒത്തൊരുമയ്ക്കും നമ്മുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് പൂർവ്വ സൈനിക സംഘർഷ സമിതി കേരള എന്ന നമ്മുടെ കേരള സ്റ്റേറ്റിൽ 14 ജില്ലയിലുമുള്ള സംഘടന പ്രവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് അംഗങ്ങൾ നമ്മുടെ സംഘടനയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ഇനിയും ധാരാളം അംഗങ്ങൾ, വിമുക്ത ഭടന്മാർ അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉദ്ദേശം രാഷ്ട്രസേവനം, വിമുക്ത ഭടന്മാർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, അർഹതപ്പെട്ട സ്വാതന്ത്ര്യം, അർഹതപ്പെട്ട അംഗീകാരം, അർഹതപ്പെട്ട നിയമങ്ങൾ ഇത് നടപ്പിലാക്കുക, ഇതിനു വേണ്ടി വാദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള സമത്വം എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക, ആർജിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇത് വളരെ സമാധാനപരമായി നമ്മളുടെ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. യാതൊരുവിധ അക്രമപരമായ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. എന്നാൽ നമുക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ പ്രാപ്തിക്ക് വേണ്ടി നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ അഭിനന്ദിക്കുന്നു. ഇനിയും ഈ സംഘടനയിൽ ചേരാത്ത വിമുക്ത ഭടന്മാർക്ക് അവരോടുള്ള എൻ്റെ അഭ്യർത്ഥന, ദയവായി സംഘടനയിൽ ചേരുക. നമ്മുടെ വിമുക്ത ഭട സഹോദരങ്ങളുടെ, പ്രത്യേകിച്ച് വീർനാരികളുടെ, നമ്മുടെ മരിച്ച സൈനികർ, വീരമൃത്യു വരിച്ച സൈനികർ, സൈനിക സേവനത്തിന് ശേഷം നമ്മെ വിട പറഞ്ഞവർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ വീർനാരികൾ, അവരുടെ മറ്റ് അംഗങ്ങൾ, അവർക്കുള്ള സേവനം, അവരോടുള്ള സഹാനുഭൂതി, നമ്മുടെ സഹോദര സ്നേഹം, അതുപോലെ തന്നെ ഈ സിവിൽ ആൾക്കാരെ, സിവിൽ വ്യക്തികളെ, അവരും നമ്മളുടെ അംഗങ്ങളാണ്. നമ്മളെല്ലാവരും താമസിക്കുന്ന കുടുംബം, നമ്മുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, അവരും സിവിലിയനാണ്. അതുകൊണ്ട്
നമ്മുടെ സാമൂഹിക പരമായ കർത്തവ്യങ്ങളും നമ്മൾ മറക്കാൻ പാടില്ല. എന്നാൽ പ്രഥമ സ്ഥാനത്ത് വിമുക്ത ഭടന്മാരുടെ സേവനമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അതിനുവേണ്ടി സർക്കാരുകൾ, ബന്ധപ്പെട്ട അധികാരികൾ അവരുമായി ചർച്ച നടത്തി അവരുമായി കാര്യങ്ങൾ പങ്കിട്ട് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരും ഒറ്റക്കെട്ടായി സംഘടനയിൽ ചേരുക. ഐക്യമത്യം മഹാബലം എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഇത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഈ ഒത്തുചേരൽ കൊണ്ടാണ് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അല്ലെങ്കിൽ വിഘടിച്ച് നിന്നെങ്കിൽ ഇന്നും നമ്മൾ അടിമകളായി ജീവിക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ എനിക്ക് പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യുവജനങ്ങൾ ഇന്ന് ഫോഴ്സിനെ പറ്റി, പോലീസ് സേന, മിലിറ്ററി സേന, അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാൻ പോയ സേനകളെപ്പറ്റി വേണ്ടാത്ത അപവാദങ്ങൾ പറയുന്നു. ഈ സേനകൾ നിമിത്തമാണ് ഇന്ന് രാജ്യം സുരക്ഷമായിരിക്കുന്നത്. ഈ സേന ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് അധികാരികൾ കൊടുക്കുന്ന ആദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങളെ രക്ഷിക്കുന്ന സേനയെ അകാരണമായി അപമാനിക്കരുത് എന്ന് ഈ യുവജനങ്ങളോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുണ്ട്. സത്യാവസ്ഥ മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാവരും ഒത്തുചേരുക, നമ്മുടെ സംഘടനയ്ക്ക് ഒരുമിച്ച് ഒരൈക്യത്തോടു കൂടി പ്രവർത്തിക്കുക, ദേശരക്ഷ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. താങ്ക് യു. ഇവിടെ ഇന്ന് ഈ യുദ്ധസ്മാരകത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ബലിയാടുകളായ, വീരമൃത്യു വരിച്ച, സംഘർഷം സഹിച്ച ഓരോ അംഗങ്ങളെയും അനുസ്മരിക്കാനായി ഇവിടെ എത്തിയ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് നമ്മുടെ ഈ തത്വമയി മീഡിയയോടും അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. സംഘർഷ സമിതി കേരള തിരുവനന്തപുരം ജില്ലയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് നമ്മുടെ ധീരജീവൻ കാർഗിൽ പ്രമോദിന് നമ്മൾ പുഷ്പചക്രം അർപ്പിച്ചത്. നമ്മുടെ ഈ ജില്ലയിൽ ഇപ്പോൾ നമ്മൾ PSSK സ്റ്റാർട്ടായിട്ട് 2 വർഷം കഴിഞ്ഞു. നമുക്ക് ഇപ്പോഴാണ് അമ്മയെ പരിചയപ്പെടാനും ഇവിടെ വന്നു ചേരാനും കഴിഞ്ഞത്. നമുക്ക് നെയ്യാറ്റിങ്കര താലൂക്ക് ഉണ്ടായിരുന്നു. താലൂക്ക് മുഖാന്തരമാണ് നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു സ്ഥലവും പ്രമോദ് എന്ന് പറയുന്ന ഒരു ആൾ കാർഗിൽ വീരമൃത്യു വരിച്ചതും അറിയപ്പെടുന്നതും. നമ്മൾ അതിനുശേഷമാണ് അമ്മയെ നമ്മുടെ സംഘടനയുടെ അംഗത്തിൽ ചേർക്കുകയും ചെയ്തത്. അടുത്ത വർഷം നമ്മൾ വളരെ ഗംഭീരമായി ഇവിടെ കാർഗിൽ ഡേ കൊണ്ടാടും. നമ്മുടെ സംഘടന ഇവിടെ വരികയും നല്ല രീതിയിൽ കാർഗിൽ ഡേ നമ്മൾ ഇവിടെ നടത്തുകയും ചെയ്യും. ഇവിടെ വന്ന് നമുക്ക് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ സംഘടന 14 ജില്ലയിലും ഉള്ള ഒരു സംഘടനയാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടർ ആലപ്പുഴയാണ്. 14 ജില്ലയിലും പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 3 താലൂക്കുണ്ട് ഇപ്പം പ്രസന്റ്. ഒന്ന് നെടുമങ്ങാട്, ചിറയൻകീഴ്, ഒന്ന് നെയ്യാറ്റിങ്കര. അടുത്ത നമ്മൾ കാട്ടാക്കട താലൂക്ക് ആവാൻ പോവുകയാണ്. വളരെ നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എക്സറിഷ്മാന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ പ്രവർത്തനം അങ്ങനെയായിരിക്കും മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ആർമി, നേവി, എയർഫോഴ്സ് 3 പേരും ചേർന്ന് ഒരു സംഘടനയാണ്. നല്ല കാര്യങ്ങൾ, എന്ത് കാര്യവും നമ്മുടെ സംഘടനയിൽ ഇപ്പൊ ECHS പരമായോ നമ്മുടെ പെൻഷന്റെ കാര്യങ്ങൾക്കോ ഏതൊരു കാര്യത്തിലും നമ്മുടെ സംഘടന ഇടപെടുകയും അവരെ കൂടെ നമ്മൾ ഒത്തൊരുമയോടെ നിൽക്കുകയും ചെയ്യും. അതിന് നമ്മൾ പ്രോമിസ് ചെയ്യുന്നു. സംഘടന നമ്മൾ വളരെ ചുരുക്കകാലം കൊണ്ട് തന്നെ ഈ കേരളത്തിൽ നമ്മൾ വേവിക്കുകയും ഈ സംഘടന വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ഇന്ന് രാവിലെ നമുക്ക് പാളയം രക്തരാഷ്ട്ര മണ്ഡപത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, റീത്ത് സമർപ്പണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇവിടെ വരുന്നത്. ഇനി നമ്മുടെ ഒരു ആക്റ്റീവ് മെമ്പർ അന്തോണി, അദ്ദേഹത്തിന്റെ മദർ ഇന്ന് എക്സ്പയർഡായി. അവിടെയും നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ അവിടെയും പോയിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് പിരിയാൻ. അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും ധരിപ്പിക്കുന്നില്ല. നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമ്മൾ വളരെ ഗർവോടെയും എന്നാൽ അത്യധികം ദുഃഖത്തോടെയും ആണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ പൂർവ വീരമൃത്യു വരിച്ച സൈനികൻ പ്രമോദ് CS, അദ്ദേഹം കാർഗിൽ യുദ്ധത്തിൽ
പങ്കെടുക്കുകയും പെട്രോളിംഗ് സമയത്ത് മഞ്ഞുമലയിൽ കുടുങ്ങി അദ്ദേഹം യുദ്ധഭൂമിയിൽ തന്നെ വീരഗതി പ്രാപിക്കുകയും ചെയ്തു. 9th ബറ്റാലിയൻ 9th റാപ്പിഡ് ബറ്റാലിയൻ എന്നാണ് അതിനറിയപ്പെടുക. അത് ഈ യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് മാത്രം റേസ് ആയ ഒരു യൂണിറ്റാണ്. യുദ്ധം തുടങ്ങിയ ഉടനെ അവർക്ക് ഓപ്പറേഷനിൽ പങ്കുചേരാനായിട്ട് ഓർഡർ പോയി. അവരെത്തി. അതിൽ തുടക്കക്കാരെന്നുള്ള നിലയിൽ കുറച്ചധികം സൈനികർ വീരമൃത്യു വരിച്ചു. എന്നാൽ ശേഷം വളരെ അത്യുഗ്രമായ തിരിച്ചടി കൊടുത്തൊരു യൂണിറ്റും കൂടിയാണ് 9th റാപ്പിഡ് ബറ്റാലിയൻ. ആ യൂണിറ്റിന് 12ഓളം ഗാലൻട്രി അവാർഡ്സ് ലഭിക്കുകയുണ്ടായി. ഗാലൻട്രി അവാർഡ്സ് എല്ലാവർക്കും അറിയാം, യുദ്ധക്കളത്തിൽ മാത്രം ലഭിക്കുന്നതാണ്. വ്യക്തിഗത രൂപത്തിൽ യൂണിറ്റിനും ധാരാളം ഗാലൻട്രി അവാർഡ്സ് കിട്ടിയ ഒരു യൂണിറ്റും കൂടിയാണ് 9th റാപ്പിഡ് ബറ്റാലിയൻ. അപ്പോൾ ഇന്നിവിടെ നമുക്ക് എത്തിച്ചേരാൻ, ഇത് തമിഴ്നാടോട് ചേർന്ന ഇത്രയും ദൂരത്ത് നമ്മുടെ കൂടെയുള്ള വിമുക്തഭടന്മാർ എല്ലാവരും ഒറ്റ മനസ്സോടെ എത്തിച്ചേർന്നു. ഈ അമ്മയ്ക്ക് സാന്ത്വനം കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. പ്രമോദിന്റെ വിയോഗം അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കുടുംബത്തിലെ ഓരോ അംഗത്തിനും സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള പ്രാപ്തി, ധൈര്യം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് വീർ ജവാനെ ആദരിക്കാൻ അവസരം തന്ന കുടുംബത്തോടും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു. പൂർവ്വ സൈനിക സംഘർഷ സമിതി കേരള എന്ന സംഘടന, വിമുക്തോടെ സംഘടന എപ്പോഴും കുടുംബത്തിന്റെ കൂടെ ഉണ്ടാവും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ ഓർമ്മകൾ ആഘോഷ ദിനങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അവരുടെ കുടുംബങ്ങളെ ചേർത്തുപിടിക്കുകയും അവരുടെ ത്യാഗങ്ങളെ പുതുതലമുറയിലേക്ക് പകരുകയും ചെയ്യേണ്ടത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വമാണ്. അതിനായി പ്രവർത്തിക്കുന്ന PSSSK പോലുള്ള സംഘടനകളുടെ സേവനവും ഏറെ വിലപ്പെട്ടതാണ്. ഈ പരിപാടിയുടെ ദൃശ്യങ്ങളും പുരുഷോത്തമൻ സാറിന്റെ പ്രതികരണവും നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ ധീര സൈനികരുടെ ത്യാഗത്തെ നമുക്ക് ആദരിക്കാം, അവരുടെ കുടുംബങ്ങൾക്ക് പിന്തുണയാകാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഈ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി മാക്സിമം ഷെയർ ചെയ്ത് കമൻറ്റുകൾ രേഖപ്പെടുത്തി, അതുപോലെ തന്നെ നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.